രോമല്ലേ മുമ്പ് ഇരിക്കണേ, വേറെ രോമാനൊന്നുമില്ല. പിന്നെ വേദന തിന്നിട്ട് വരുമോ ഇനി? അത് രണ്ടോ മൂന്നോ ദിവസം ചെറുതായിട്ട് തുറന്നു നിന്നു. പിന്നാണെങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ നടത്താൻ പറ്റി. ഇന്നിപ്പോൾ പിന്നെയും രാവിലെ മഴ തുടങ്ങിയിരിക്കുകയാണ്. നല്ല മഴക്കാർ കയറിയിട്ടുണ്ട്, ശക്തമായിട്ട് മഴ പെയ്യുന്നുമുണ്ട്. ഇനിയും കാലവർഷം ആരംഭമാണോ എന്നറിഞ്ഞുകൂടാ. കാറ്റും ഇടിയൊന്നും ഉണ്ടാകാതിരുന്നാൽ മതിയായിരുന്നു. വേണം കാറ്റ് വന്ന് ഇവിടെ എല്ലാം ഒരുമാതിരി എല്ലാം നശിച്ചു കിടക്കുവാണ്. ഒന്നാമത്തെ കാര്യം, കറണ്ട് തന്നെ 3-4 ദിവസം കറണ്ടില്ലായിരുന്നു. ഫ്രിഡ്ജ് ചെയ്യുന്ന സാധനങ്ങൾ എല്ലാ ആൾക്കാരെയും തന്നെ നശിച്ചു പോയി. ഇത് എന്നാ ചെയ്യാനാട്ടാ? അപ്പം അവരെ ഇലക്ട്രിസിറ്റിക്കാരെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അതുപോലെ മരം ഓരോ കാലത്തും മരം പടപടാന്ന് വീണുകൊണ്ടിരിക്കുമായിരുന്നു. പ്രതീക്ഷിക്കാത്ത സ്ഥലങ്ങളിലും പ്രതീക്ഷിക്കാത്ത മരങ്ങളുമൊക്കെയാണ് വീണത്. ഇപ്പം നല്ല ശക്തമായിട്ട് മഴയാണ്. രാവിലെ 9 മണി ആയതേ ഉള്ളൂ. ഇന്നത്തെ പരിപാടികളെല്ലാം പൊളിഞ്ഞു എന്ന് പറഞ്ഞാൽ മതി. പശുവാണേ പാവം മഴയത്താണ് നിൽക്കുന്നത്. 2 പേരെയും മഴയത്ത് എപ്പോൾ കൊണ്ട് കെട്ടിയതേ ഉള്ളൂ. പിന്നെ മഴ നനഞ്ഞാണെങ്കിൽ അവരൊന്ന് പുല്ല് നിന്നോളും, അതുകൊണ്ട് തന്നെ കുഴപ്പമില്ല. അമ്മ രാവിലെ അങ്ങനെ ഇട്ടിട്ട് ചായയൊക്കെ കുടിച്ചിട്ട് അങ്ങനെ ചുമ്മാ നിൽക്കുവാണേ. മഴയേ ഇനി മകരം കുംഭമാറല്ല, ഇനി മഴ ഒന്നും പെയ്ത്തില്ല. അയ്യോ, അപ്പം മഴയുടെ സമയമാണ്, കാലവർഷത്തിൻ്റെ സമയമാണ്. കാലവർഷത്തിൻ്റെ സമയമാണ്. കാലവർഷം ഇടവപ്പാതിയായി. ഇടവപ്പാതിയായപ്പം ഇപ്പം ഒരു വെള്ളം പൊങ്ങി, ശരിക്കും പൊങ്ങിയില്ലേലും ഇപ്പോഴേ വെള്ളം, ഈ ഒരു വെള്ളപ്പൊക്കം ഉള്ളു ഇപ്പം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വെള്ളം പൊങ്ങിയായി. വെള്ളം പൊങ്ങിയല്ലേ. ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴയുണ്ടല്ലോ, അതുകൊണ്ട് പിന്നെ വെള്ളം പറ്റി കുറവല്ലേ. ആർക്കും പോകില്ല, ഒന്നും പോവും വേണ്ട. താല്പര്യമില്ല വെള്ളത്തിന് താല്പര്യമില്ലോ. ആരോടൊക്കെ ചെന്ന് കാല് പിടിക്കുന്നു. ഞാൻ പുറത്തൊന്ന് നോക്കിയിട്ട് വരട്ടെ മഴ എങ്ങനെയുണ്ടെന്ന്. നമ്മൾ രാവിലെ ടി വിയിൽ തോണ്ടിക്കൊണ്ടിരിക്കുകയാണ്. രാവിലെ ടി വിയിൽ തോണ്ടിക്കൊണ്ടിരിക്കുന്നു. വിവാൻ പശുവിനെ രാവിലെ കൂടെ കെട്ടാൻ വന്നിട്ട് പിന്നെ ഇവിടെ വന്ന് കിടപ്പാൻ തോന്നുന്നു. പിന്നെ അവിടെ മൊബൈൽ കുത്തിക്കൊണ്ടിരിപ്പുണ്ട്. നമ്മൾ പുറകുവശത്ത് പോയി നോക്കാം അങ്ങനെ ഉണ്ടെന്ന്. മഴയുടെ കാടിന് ശരിക്കും പുറകോട്ട് നോക്കിയല്ലേ ഉള്ളൂ, പുറകെ ചെയ്തില്ല. എന്താ അടിപൊളി മഴ, സൂപ്പർ മഴ. പശു ഒന്ന് മഴ നനയുവാണ്. എന്താ ചെയ്യുക, അവിടെ ഒന്ന് തിന്നട്ടെ. അങ്ങനെ മഴ തന്നെ ഉള്ളൂ, പോരിയല്ല, തിന്നോട്ട് നിൽക്കുകയുള്ളൂ. നല്ല മഴയാണ്. മറ്റേ വീട് ഏതാ? 3 വീടുണ്ടോ? ഏതൊക്കെയാ? അതൊക്കെ എല്ലാം പറ്റുമോ? അതൊക്കെ ഓരോരുത്തരും താമസിക്കുന്ന ആൾക്കാർ. 3 വീടുള്ളതായിട്ട് എനിക്കറിയത്തില്ല. 3 വീടുള്ളതായിട്ട് എനിക്കറിയത്തില്ല, അതാ ചോദിച്ചേ. എവിടെയൊക്കെയാ വീട്? അതൊക്കെ അവിടെ കാണും. ഞാനിത് തപ്പാൻ പോകണം. ഇനി അമ്മയല്ലേ പറഞ്ഞത്. ഈ കയ്യിലിരിക്കുന്ന കൊന്ത ആര് തന്നാ? കയ്യിലിരിക്കുന്ന കൊന്തേ ആര് കൊണ്ടെത്തന്നാന്ന്? എവിടുന്ന്? അവിടെ പോയി കട പോയി അവിടെ വിൽക്കുന്നിടത്ത് പോയി മേടിച്ചാണോ? ബന്ധിങ്ങോ കൊന്ത വിൽക്കുന്നിടത്ത് പോയി മേടിച്ചാണോ? ബന്ധിങ്ങോ കൊന്തൊക്കെ വിൽക്കുന്നിടത്ത് പോയി മേടിച്ചാണോ? ഇതൊക്കെ കിട്ടും, എല്ലാം കൂട്ടും. അത് വാങ്ങിക്കുന്നിടത്ത് മേടിച്ചല്ല, അത് ജോജോ കൊണ്ടെത്തന്നല്ലേ, ജോജോ അച്ഛൻ, ജോമോളുടെ ആംഗിളേ. മതിയല്ലേ. അവിടെ ആരും ഇല്ല, ലേറ്റ് പോയി. 9 മണിയാവുന്നു. 9 മണി. മുട്ട് പൊട്ടിയതല്ലേ നാളെ വണ്ടിയെന്ന് വീണ്. വണ്ടിയെന്ന് വീണോ? അത് ഇന്നിപ്പോൾ താങ്ങി പശുവിനെ കൊണ്ട് പോയപ്പോഴേ തുടങ്ങി കരിപ്പായ വരുന്നുണ്ട്. മരുന്ന് ചെയ്യുന്നുണ്ട്. പശുവിനെ കൊണ്ട് പോയപ്പോഴേ കയറ് കൊണ്ടൊന്ന് താങ്ങി. പശുവിനെ കെട്ടാൻ പോയപ്പോഴേ കയറ് ഒന്ന് അടിച്ചുകൊണ്ട് അതിലോട്ട് താങ്ങി. അമ്മ മഴ കാണാനായിട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. മഴ പെയ്യട്ടല്ലേ, നല്ല മഴയല്ലേ. നല്ല മഴയാണ്, ഭയങ്കര മഴയാണ്. വെള്ളത്തിൻ്റെയോ? ഒന്ന് വെള്ളപ്പൊക്കം കഴിഞ്ഞു, ഒരു വെള്ളപ്പൊക്കം കഴിഞ്ഞു. ഏതാ?
ഈ 2-3 മാസത്തിനകത്ത് ഒന്നും കാണുകയില്ല മഴയൊന്നും. മഴയൊക്കെ ഉണ്ട്. ഇപ്പം മഴയുടെ മാസമാണ്, മഴയുടെ സമയമല്ലേ. മകരം കൊണ്ട് മാസം. ആ, മഴ ശകലം കുറഞ്ഞിട്ടുണ്ട്, എന്തായാലും മഴക്കാറുണ്ട്. ഇനിയും പെയ്യുമെന്ന് വിചാരിക്കുക. ശകലം കുറഞ്ഞിട്ടുണ്ട്. അമ്മ രാവിലെ കാപ്പി കുടിക്കാനുള്ള പരിപാടിയിലാണ്. അമ്മയ്ക്ക് പുട്ടും റാഗിപ്പുട്ടും പഴമാണ് അല്ലേ? ആ, റാഗി അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്തുണ്ടാക്കി. ആ, റാഗി തന്നെ ഒരു കരിയിരിപ്പുണ്ടല്ലേ. അപ്പോൾ പോകുമ്പോഴാണ് കൂടെയുള്ളത്. അമ്മയ്ക്ക് ഉപ്പുമാവും പുട്ടും ഒക്കെ ഇഷ്ടം, ഏറ്റവും കൂടുതൽ ഇഷ്ടം അല്ലേ എലിക്കുട്ടി? അങ്ങോട്ട് നോക്കി പറ. ഞാൻ തിന്നോളാം. അങ്ങോട്ട് നോക്കി പറ. ഞാനും കൂടെ അമ്മയുടെ കൂടെ എപ്പോഴും ഇരിക്കുന്നതാണ്, അതുകൊണ്ടാണ് നീ തിന്നുന്നില്ലേന്ന് എന്നോട് ചോദിക്കുന്നത്. ആര് ചോദിക്കാൻ? എലിക്കുട്ടി ചോദിക്കുന്നത് അല്ലേ? എലിക്കുട്ടി അല്ലേ നീ തിന്നത്തില്ലേന്ന് എന്നോട് ചോദിക്കാറുള്ളൂ. അതിന് പിന്നെ മകൻ ചോദിക്കും അല്ലേ? ജോമോന് പിന്നെ അതിനൊന്നും നേരെയില്ല. കഴിച്ചോ? ആ, അങ്ങ് കണ്ട പട്ടി തന്നെയല്ല, പട്ടിയുടെ അമ്മയുണ്ടല്ലേ? അത് തീറ്റകൾ പാത്രത്തിൽ എടുക്കും, അതിനാ പട്ടി ആ പണിയനെ കുട്ടിക്ക് തീറ്റ കൊടുക്കുന്ന കണ്ടോ. അങ്ങ് മാറി നല്ല പട്ടിയല്ലേ ഇത്? പട്ടി പോവുക. കൂടെ നമ്മുടെ പട്ടീനെ കൂടെ അങ്ങനെ പഠിപ്പിക്കണം. നമ്മുടെ ജാക്കുവിനെയും കൂടെ എൻ്റെ പരസ്യമാണ്. റൊട്ടിയാ. ആ, റൊട്ടി അത് പരസ്യം വന്നതാ. ഭക്ഷണിച്ച് വെച്ചേക്കോ. എന്നാൽ ഇത് കഴിച്ചോ, കഴിച്ചോ കഴിച്ചോ. നമ്മുടെ ജാക്കുവിനെ കൂടെ അങ്ങനെ ഒന്ന് പഠിപ്പിക്കണം അല്ലേ, തീറ്റയൊക്കെ കൊടുക്കാനായിട്ട്. ഒരുത്തം പഠിക്കും, മറ്റവൻ പഠിക്കുകയില്ല. വലിയവനെ ട്രെയിനിങ് കൊടുത്താൽ പഠിക്കും. വലിയ ജാക്കുവിനെ ട്രെയിനിങ് കൊടുത്താൽ അവനതുപോലെയൊക്കെ പാത്രമൊക്കെ എടുത്തു നടക്കും. 3-4 പാത്രം വഴിയോ. ആ, അത് പരസ്യമല്ലേ, ടി വിക്കകത്ത് പരസ്യം. അമ്മ കഴിച്ചോ? ഞാനും വന്നു. ഞാനും അമ്മയോട് എന്നും ഇരിക്കുന്നതാ. അവിടെ ചിരിയണ എപ്പോഴും ഉണ്ട് അങ്ങനെ ഒരു സന്തോഷം. അത് അല്ലേ എലിക്കുട്ടി? പണ്ട് പോലെ അങ്ങനെയല്ല, നമ്മൾ രണ്ടുപേരും കൂടെ കഴിക്കുന്നത് അല്ലേ? ആ, ഞാൻ അമ്മ തന്നെ ഇരിക്കുവാണെങ്കിൽ അമ്മ എവിടെ ഇവിടെ എല്ലാം ഏറ്റുകൂടും. ഞാനും കൂടെ ഇരിക്കുവാണെങ്കിൽ കുഴപ്പമില്ല. കുഞ്ഞു പിള്ളേരുടെ മാതിരിയാ അല്ലേ? ആ, മഴ കുറഞ്ഞിട്ടുണ്ടെന്ന്. മഴയൊക്കെ പോയി. മഴ പെയ്യുമായിരിക്കും. മഴക്കാറുണ്ട്. കുഴപ്പമൊന്നുമില്ല. മഴക്കാലം അല്ലേ? ഇത് മനുഷ്യർക്ക് ഭക്ഷണം കഴിച്ചേക്കും വീട്ടിലോട്ട് പോവാം. ആണോ? അപ്പൊ ഇത് വീടല്ലേ? ഇത് ഹോട്ടലാണോ? ഇത് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വന്നാ? ഇവിടെ ഇരിക്കാൻ ആണോ? പറ്റും. ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വന്നാണോ? ഈ വീട്ടിൽ ജോലിയില്ലേ? ഓ, ജോലിക്ക് ഭക്ഷണം കഴിച്ചിട്ട് ജോലിക്ക് പോവാ. ഈ വീട്ടിലോട്ട് പോകണം. വീട്ടിലെ പടി ആര് നടത്തും? അതവിടെ ഉള്ളവരൊക്കെ നടത്തിക്കോളൂ. ചെയ്യല്ലേ? എന്തെല്ലാം കാര്യമുണ്ട് എന്ന് നോക്കണം ഇപ്പൊ. എല്ലാരും ചെയ്യുന്നുണ്ടോ എടുക്കുന്നുണ്ടോ നോക്കാൻ പോണം. സൂപ്പർവൈസിങ് ഇങ്ങനെ വളർത്താൻ പോലെ പശു അമ്മ വെച്ചോണ്ട് കാണിക്കാം. അതുപോലെയല്ലേ കാണിക്കാൻ. ഇതൊരു അമ്മ കാണിക്കുന്നത് നോക്ക്. എലിക്കുട്ടി വന്നിട്ടുണ്ട്. എലിക്കുട്ടി വന്നിരിക്കുന്നല്ലേ? അമ്മ നല്ലതാണോ? അമ്മ എവിടെയൊക്കെ സാധനം പൊഴിഞ്ഞു കിടക്കണം നോക്കണ്ട. പൊഴിഞ്ഞു കിടക്കണം നോക്കണോ? മഴക്കാറുണ്ട്, ഇനിയും മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ചാക്കോ എന്നാണ്ട്? ഒന്നും കിട്ടാനില്ല. 2 കടയിൽ ഓടിപ്പോയിട്ടാ കിട്ടിയത്. എന്നാ പഴം. ശരി. എന്നിട്ടൊന്നും ഇല്ലായിരുന്നു. അവിടെയൊക്കെ പോയി, ആ കടവഴി എല്ലാം പോയി, എന്നിട്ടും ഇല്ലായിരുന്നു. പിന്നെ താഴെ പോയാ ഇത് മേടിച്ചത്. ഇത് അത്ര പഴുത്തിട്ടില്ലെന്ന് അമ്മ അറിയാം. അതിപ്പോ ഈ മഴയും കൂടെ ആയണ്ടേ, പഴുക്കാൻ പാടാ. ക്ലിയർ ആയിട്ട് അകത്തോട്ട് ശകലം പോലും പഴുപ്പ് കയറി ശരിക്കും പഴുത്തില്ല. കല്ല് പോലെ അതിപ്പോ മഴക്കാലല്ലേ, വെള്ളത്തിലിടാന്ന് വിചാരിച്ചിട്ട് അത് മറന്നുപോയി. കടലക്കറി കിട്ടിയില്ലായിരിക്കേ പഴുക്കാനായിട്ടുള്ള അല്ലേ? പഴത്തിന് പഴുക്കാനായിട്ടുള്ള സൗകര്യം കിട്ടിയില്ലെന്ന്. അതിപ്പോ പറഞ്ഞാൽ ഈ മഴയാണ്ടേ തണുത്ത് മരച്ചിരിക്കുമല്ലേ, തണുത്ത് മരച്ചിരിക്കുമല്ലേ, അതായിരിക്കും. പഴം അത്ര പോരാ അല്ലേ? പഴം അത്ര പോരല്ലേ? പഴുപ്പ് കുറവാ പഴത്തിന്, അതുകൊണ്ടാ. മതിയായോ? അതുകൊണ്ട് കഴിച്ചോ. ഞാൻ സാവുച്ചേട്ടൻ്റെ അടുത്ത് വരെ പോയിട്ട് വിട്ടെ. റിസൾട്ട് കിട്ടിയെന്ന് ചോദിക്കണ്ടേ?
ഇന്നലെ തരുമെന്നല്ലേ പറഞ്ഞേ, ചോദിച്ചിട്ട് വരാം. ഇപ്പം മഴ ശാലം കുറഞ്ഞിട്ടുണ്ട്. സാവുച്ചേട്ടായി പോയെന്നറിയത്തില്ല, പോണ സമയമായി കാണും. ഇപ്പം മഴയായതുകൊണ്ട് അറിയത്തില്ല. അതൊക്കെ ഞാനവിടെ പോയി നമ്മൾ മെഡിക്കൽ കോളേജിൽ പോയതിൻ്റെ റിസൾട്ട് ഇന്നലെ വരുമെന്നാണ് പറഞ്ഞത്. അത് വന്നിട്ടുണ്ടോ എന്നൊന്ന് ചോദിച്ചിട്ട് വരാം. എങ്ങനെയാണെന്നുള്ള വിവരം അറിയാലോ. ഇല്ലാടാ ചാക്കേ, നിന്നോടാ ചാടുന്നേ? നിന്നോടാ പറഞ്ഞു ചാടുന്നേ? നിന്നോടാ പറഞ്ഞു ചാടുന്നേ? നോക്കിയിട്ടേ പോയെന്ന് അറിയത്തില്ല, നോക്കട്ടെ. പുറകെ തുറന്നാണ് കിടക്കുന്നത്, പിള്ളേർ കൂടി ഉണ്ടെന്നോ. പുറകിൽ കൂടി അങ്ങ് കയറാം. ക്ലാസ് പോകണില്ലേ ഇന്ന്? മതിയാണോ? മതിയാണോ? ആണോ? ഇപ്പോൾ നിങ്ങളുടെ കൊടുക്കേണ്ടി വരുമോ? പോയി വേദന തിന്നേണ്ട വരുമോ ഇനി? അത് ഇപ്പോൾ ചെറുതായിട്ട് കാണുന്നില്ലെന്നൊക്കെ അവളെ പറഞ്ഞ കിട്ടും. ഇനിയിപ്പോൾ പോയി സാധനം ഇല്ലെങ്കിൽ പോകേണ്ട കാര്യമില്ലല്ലോ. പോയെടുത്താൽ മതി അല്ലേ? അതെനിക്കന്നേരം തോന്നായിരുന്നില്ല. കൊച്ച് എടുത്തപ്പോൾ അത് ക്ലിയറായിട്ട് കിട്ടാൻ സാധ്യത കുറവാണെന്ന് എനിക്ക് തോന്നിയിരുന്നു. അത് പറഞ്ഞായിരുന്നു. കുത്താൻ മാത്രം വലിപ്പില്ലെന്നല്ലേ പറഞ്ഞേ? കിട്ടുന്നില്ലായിരുന്നു. ആ ഡോക്ടറെ തന്നെ തപ്പിപ്പിടിച്ച് പാടുപെട്ടില്ല കണ്ടുപിടിച്ചേ. ഇതിനകത്തുണ്ടെങ്കിൽ നമുക്ക് വലിയ തടുപ്പ് തോന്നുകയാണെങ്കിൽ പോയാൽ മതി അല്ലേ? അല്ല ഇനിയിപ്പോൾ വെറുതെ കുത്തുമടിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ ചെയ്യാം. ചേച്ചി വെളുപ്പിൽ രാവിലെ മോർണിംഗ് ഡ്യൂട്ടിയാണ്. ചേച്ചി ഡ്യൂട്ടിക്ക് പോയി. അതുകൊണ്ട് ചേച്ചി ഇവിടെ ഇല്ല. ആൽബിൻ ക്ലാസ് ഉണ്ട്, ആൽബിൻ പോകാൻ എടുക്കുന്നു. ഏഞ്ചിൽ ഡ്യൂട്ടിക്ക് പോട്ടെ ക്ലാസ്സിൽ പോയി. ഏഞ്ചിൽ +2 തുടങ്ങിയിരിക്കുന്നു നമുക്ക്. ഇവിടെ മഴ ഇങ്ങനെയാണ് നിൽക്കുന്നത്. സാവുച്ചേട്ടയുടെ കൃഷി ഇതൊക്കെയാണ് കേട്ടോ. എൻ്റെ തക്കാളിയൊക്കെ ഇങ്ങനെ നിൽക്കുന്നു. തീരാറായി, തക്കാളിയൊക്കെ തീരാറായി അല്ലേ? പിന്നെ അടുത്തത് വഴുതനയൊക്കെ ആയി വരുന്നേ ഉള്ളൂ. എൻ്റെ വഴുതനങ്ങ ഉണ്ടാക്കി കിടപ്പുണ്ട്. ഞങ്ങൾ നേരത്തെ ചെയ്തുകൊണ്ടിരുന്നതാണ്. മുളക് ഉണ്ടാക്കി കിടപ്പുണ്ട്. ഇഞ്ചി റെഡിയായി വരുന്നു. തക്കാളി അടുത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ നേരത്തെ ഇതുപോലെ ചെയ്തിരുന്നതാണ്. കൊറോണ സമയത്ത് നമ്മൾ ഒത്തിരി ഇത് ചെയ്തിട്ട് ഒരു മുന്തിരി തട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ഒരു മുന്തിരി കയറി വരുന്നുണ്ട്. കായ ഉണ്ടാവുമെന്ന് അറിയത്തില്ല. അവിടെ നാരകം, ഇവിടെ മാവൊക്കെ നിൽപ്പുണ്ട്. മാവൊക്കെ പൂണ്ടിനകത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ ചേന കിളുത്തിട്ടുണ്ട്. ചേന മുഴുവനും സാറിന് എലി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. ഇവിടെ ചേന നട്ട് കഴിഞ്ഞാൽ ഒരു ചേന പോലും കിട്ടാറില്ല. ഒരു വർഷം 3-4 വർഷം മുമ്പ് നട്ട ചേന മുഴുവനും എലി കൊണ്ടുപോയിട്ട് ആ പരിപാടി നിർത്തുകയാണ്. പിന്നെ ഇപ്പോൾ നട്ടിരിക്കുന്നതാണ്. കാരണം ഇഞ്ചി ബാഗിനകത്ത് ഇഞ്ചി വെച്ചിട്ടുണ്ട്. അതൊരു ബെഡ് മാവാണ് നിൽക്കുന്നത്. ചെറിയ മഴയുണ്ട്. മഴ ചാറി നിൽക്കുകയാണ്. അങ്ങനെ കുറഞ്ഞിട്ടില്ല. അതുപോലെ തന്നെ നിൽക്കുകയാണ്. ഇത് ചേനക്കടയിലെ വെണ്ട കേട്ടോ. വെണ്ട നട്ടിരിക്കുന്നത് ചേനക്കടയിലെ. ഈ മാവേൽ ചെറിയ പൂവൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് വാടിപ്പോയി, ഉണങ്ങിപ്പോയി. അപ്പുറത്ത് കപ്പയുണ്ട്. ഇതൊന്നും എലിയുടെ ശല്യം ഭയങ്കരമാണ്. തുരപ്പൻ എലി എന്ന് പറഞ്ഞ എലിയെ കൊണ്ട് ഒരു രക്ഷയില്ല. ഇവിടെ ഒന്നും കിട്ടിയില്ല. തുരപ്പൻ്റെ ശല്യം ഭയങ്കരമാണ്. അത് എത്ര നാൾ കഴിഞ്ഞെന്ന് പറഞ്ഞാൽ തുരപ്പം പോയില്ല മണ്ണിൽ നിന്ന്. എന്നെ പരിപാടിയിൽ നിന്ന് തരത്തില്ല മരം ഓടിക്കാനായിട്ട്. തുരപ്പൻ്റെ ശല്യം ഭയങ്കരമാണ്. ഇത് കോവലുണ്ട്. കോവലിനി പായി വേണം. മഴയായതുകൊണ്ടെല്ലാം മരിച്ചു. നാപ്പന് 2 വരമരുന്ന് മേടിച്ച് തരാം കേട്ടോ. നിനക്ക് വരയുണ്ട്, വര. നിൻ്റെ ബോഡിയെല്ലാം പൊഴിയുന്നുണ്ട്. വരമരുന്ന് മേടിച്ച് തരാം കേട്ടോ. എന്നാ ചാട്ടം തുള്ളം. അമ്മ വന്നിട്ട് തുടങ്ങിയില്ല. നമ്മൾ പാത്രമൊക്കെ കഴുകി വെക്കുവാണ്. കുടിച്ച പാത്രമൊക്കെ കഴുകി വെക്കുന്നു, കഴിച്ച പാത്രമൊക്കെ കഴുകി വെക്കുന്നു അല്ലേ? വായി വെള്ളം കിടക്കുന്നുണ്ട്, മിണ്ടാൻ പറ്റും. വായിൽ അമ്മ കുലുക്കി കഴിയാനുള്ള വെള്ളം വായി കൊണ്ടിട്ടുണ്ട്. അതുകൊണ്ട് മിണ്ടാൻ പറ്റിയിരിക്കും. മറ്റേത് സാധനം കുത്തിയിട്ട് കിട്ടിയില്ല. അതുണ്ടോ? തണുപ്പുണ്ടോ? അതിനിപ്പോൾ അത് ഉണ്ടാക്കുവാണെങ്കിൽ പോയാൽ മതി. വെറുതെ പോയി കുത്തു പിടിക്കേണ്ട കാര്യമുണ്ടോ? അല്ല തീരെ ചെറുതാണ് എടുത്താൽ കിട്ടത്തില്ലെന്നത്. അതിലേ പറ്റിയത് തന്നെ. അത് ചെറിയ സാധനമല്ലായിരുന്നു. അതുകൊണ്ട് അന്ന് കുത്തിയിട്ട് കിട്ടാതെ വന്നത്. ഒരുമാതിരി കുത്തിയെടുക്കാനുള്ള വലിപ്പമില്ലെന്നാണ് പറഞ്ഞത്.
ചെറുതാവുകയാണെങ്കിൽ പിന്നെ അല്ലെങ്കിൽ ഇനി വലുതാവുകയാണെങ്കിൽ പോയാൽ മതി. അല്ലാതെ പോകേണ്ട കാര്യമില്ല, വെറുതെ പോയി കുത്തുപണിക്കേണ്ട കാര്യമുണ്ടോ? അടുത്ത ഡോക്ടർ വന്നാൽ പറഞ്ഞത് അത് ചിലപ്പോൾ വെളിയിലോട്ട് പോകും, കിട്ടാനുള്ള ഇല്ലെന്നാണ് ഞങ്ങളോട് വന്ന് പറഞ്ഞത്. ഇതെന്നാണ് ഇച്ചിരി ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി, അരി മാത്രം. ആ, റൈസ് ഉണ്ടാക്കാനുണ്ട്. വീട്ടിൽ കൊടുത്തേ. ബീൻസ്, ഇത് നാടൻ ബീൻസ് ആണോ അല്ലേ? പച്ചക്കളർ. ആ, അത് ഈ മഴക്കാലമല്ലേ, അതുകൊണ്ടായിരിക്കും. ഇവൻ കിടന്ന് ഒച്ച ഉണ്ടാക്കണേ. നമ്മൾ തുപ്പാൻ പോയാണേ, വായി വെള്ളമുണ്ടേ. ആ, എന്നാടാ കിടന്ന് ഒച്ച ഉണ്ടാക്കണേ? എന്നാ പറ്റിയേ? ചോറാകുന്നേ ഉള്ളൂ, തരും. ചോറങ്ങോട്ടാകുന്നേ ഉള്ളൂ. പട്ടിക്ക് വരയുണ്ടെന്ന് തോന്നുന്നു കേട്ടോ അമ്മേ. അതെ, വരയാന്നിരിക്കണം. ഒരു പൂടെല്ലാം പൊഴിയുന്നുണ്ട്. ആ ഇന്നാളെ മരുന്ന് കൊടുത്ത് പറ്റിയില്ലെന്ന് തോന്നുന്നു. അതാന്ന് തോന്നുന്നു കേട്ടോ. ഭയങ്കര വിശപ്പാ അല്ലേ? ആ, തെണ്ടി നടന്നപ്പോൾ വിശപ്പില്ലായിരുന്നു, കറങ്ങാൻ പോയപ്പോൾ. വീട്ടിലോട്ട് അതിനാണോ അടയ്ക്കുന്നേ? വീട്ടിലോട്ട് പോകാനാണോ ജനലൊക്കെ അടയ്ക്കുന്നേ? ജനലൊക്കെ അടയ്ക്കുന്നത് വീട്ടിൽ പോകാനാണോന്ന്? ഇതടച്ചത് വീട്ടിൽ പോകാനാണോന്ന്? ആ, ഇപ്പൊ മഴയല്ലേ, മഴയത്ത് എങ്ങനെയാ പോണേ? സാരില്ലേ? കുട പിടിച്ചൊക്കെ പോയാൽ മതി അല്ലേ? ആ, അത് ഈ വീടല്ലല്ലോ, ഇത് സത്രമല്ലേ? അല്ല, ഇത് വീടല്ലേ, ഈ വീട്ടിലോട്ട് എന്തിനാ വന്നതെന്ന് ചോദിക്കുന്നത്. അമ്മയുടെ വീടല്ല, പിന്നെ ഈ വീട്ടിൽ വന്നത് എന്തിനാന്നാ ചോദിക്കുന്നത്. അമ്മയുടെ വീടേ ഇതല്ലെങ്കിൽ ഈ വീട്ടിൽ വന്നത് എന്തിനാന്ന്? ഈ വീട്ടിലേ ഏത് ഇത് വീടല്ലേ? ഇത് ഏലിക്കുട്ടിയുടെ. ആ, ഏലിക്കുട്ടിയുടെ വീടിന്റെ കാര്യം ചോദിച്ചേ. ആ, എവിടെയാ? ഞങ്ങള് ചോദിച്ചതേ ഈ എലിക്കുട്ടിയുടെ കാര്യം ചോദിച്ചേ. ഈ എലിക്കുട്ടിയുടെ വീട് എവിടെയാന്നാ ചോദിച്ചത്. ഇപ്പോഴോ? ആ, ഇപ്പോഴത്തെ വീട് കൂടെ എവിടെ? പള്ളിയിലോട്ട് പോണേന്ന് പറയാം. ആ, വീട്ടുപേരെന്നാ? ഉദരക്കട്ട. ആ, ഉദരക്കട്ടയാ. ഈ കട്ടകട്ട ഇവിടെ തന്നെ നിന്നാ മതി. ഈ അമ്മ എല്ലാം മറന്നു പോവുക. അമ്മ വേറെ ഏതോ വീട്ടിലാ നിൽക്കുന്നത്. അതാണ് അമ്മയുടെ വീട്ടിൽ പോണെന്ന് അമ്മ പറയുന്നത്. എന്തായാലും ആ, പിന്നെ എങ്ങോട്ടാ പോണം? ആ, അമ്മയുടെ വീട്ടിൽ തന്നെയാ നിൽക്കുന്നത്. അന്തോ ബന്ധോ ഇല്ല. രണ്ട് മൂന്ന് പെങ്കച്ചല്ല, ആങ്കച്ചങ്ങളും പെങ്കച്ചങ്ങളും കൂടെ 3 എണ്ണം. അതുങ്ങളൊക്കെ ആരാ നോക്കുകയാണ്? അതുങ്ങളൊക്കെ വലുതായി. ഇനി അമ്മേനെ അവര് നോക്കട്ടെ. വലുതായിട്ടും വലുതായെന്നേ. പിന്നെ എത്ര വയസ്സുണ്ട്? അവരൊക്കെ വലുതായി, അവരുടെ മക്കളെയൊക്കെ കെട്ടിക്കാറൊക്കെ ആയി. അവർക്ക് പിന്നെ എത്ര വയസ്സുണ്ട് ഇപ്പൊ? അവർക്ക് എത്ര വയസ്സുണ്ട്? 4 കൊല്ലോടെ കഴിയണം വലുതാകണമെങ്കിലാ. അവർക്ക് എത്ര വയസ്സുണ്ട്? അമ്മയുടെ വീട് ഏതാമേ? ലോകം വീട്ടിലില്ലയോ? ജോമോനോ? വണ്ടി കേട്ട് വന്നെ കൊണ്ടുപോവാൻ. ജോമോനല്ലേ എത്ര മുഴുപ്പിൽ ഇവിടെ നിൽക്കുന്നേ? ജോമോനല്ലേ ഈ മുഴുപ്പിൽ ഇവിടെ നിൽക്കണേ? അമ്മയുടെ പുറകെ നടക്കുന്നത് ജോമോനല്ലേ? ജോമോനാന്നാ ഈ നിൽക്കുന്നേ? ആ, ഞാനാ. പിന്നെ ഏത് ജോമോനാ? അതിലപ്പോഴത്തെ ജോമോനായിരിക്കും. നീയല്ല എനിക്ക്. എന്റെ ആൾക്കാർ എനിക്ക് അവരെ. ഈ ജോമോൻ അമ്മയുടെ ആളല്ലേ? ഈ ജോമോൻ അല്ലല്ലേ? ഓ, അയൽക്കാരനായിരിക്കും അല്ലേ? എനിക്കറിയത്തില്ല. അയൽവക്കംകാരനായിരിക്കും. അയൽവക്കാണോ എന്താന്നറിയില്ല. ഇനി ഇന്നലെ അവരോട് പറഞ്ഞിട്ടില്ല, ബാജോ മോനെ എന്ന് വിളിച്ചായിരുന്നല്ലോ. ബാജോ മോനെ എന്ന് പറഞ്ഞ് വിളിച്ചായിരുന്നല്ലോ ഇന്നലെ, കഴിഞ്ഞ ദിവസേ. ആ, പുറത്ത് വന്നപ്പോ ബാജോ മോനെ എന്ന് പറഞ്ഞ് വിളിച്ചില്ലായിരുന്നോ ഇതിനെ? കേറി വരാൻ പറഞ്ഞു. പുറത്ത് നിന്നത് കൊണ്ട് അകത്തോട്ട് കേറി വരാൻ പറഞ്ഞു. അത് അയൽക്കാരൻ പുറത്ത് നിന്നല്ലേ, അപ്പൊ അവരുടെ കൂടെ കയറി പോരട്ടെന്ന് പറഞ്ഞ് വിളിച്ചതാ അല്ലേ? പിന്നെ അതൊക്കെ മര്യാദ അല്ലേ? പുറത്ത് നിൽക്കുന്നവരെ. ജോമോനൊന്നും അല്ല, അമ്മയുടെ മകൻ ജോമോനല്ല. ആണോ? അമ്മയുടെ ജോമോനാണ്. പക്ഷെ അമ്മയുടെ മകൻ ജോമോനാണോ ഇത്?
ഇതാണോന്ന് ഇത് അതൊക്കെ അവൻ്റെ അപ്പൻ്റെ അതൊക്കെ ചെയ്യും അവത കൊച്ചാണോ ഇരിക്കുന്നേ? ആയിരിക്കും. അമ്മയുടെ കെട്ടിയത്. പിന്നെ എൻ്റെ മകൻ്റെ കെട്ടിയോൾ അവനും കൂടെ ഒക്കെ അല്ലേ കൊച്ചുങ്ങളാണ് നോക്കി. അവന്റെ കെട്ടിയോളോ? ജോമോൻ സാവൂർ ആ അവൻ്റെ കെട്ടിയോൾ ആരാ നോക്കിയത്? ഇവരെയൊക്കെ ഇവർ ചെറുപ്പല്ല. ഇവര് ജോമോൻ ചെറുപ്പമായിരുന്നപ്പോ സാബുവിന്റെ കെട്ടിയോളും കൂടെയാണോ നോക്കി വലുതാക്കി ഇത്ര ആക്കിയത്? അപ്പൊ ഏലിക്കുട്ടി എന്ന് പറഞ്ഞ അമ്മ എവിടെ പോയായിരുന്നു? വിദേശത്തായിരുന്നോ? ഞാൻ അവിടെ ഉണ്ടാവും. ഉണ്ടായിരുന്നോ? അപ്പൊ അമ്മയ്ക്ക് നോക്കാൻ മേലായിരുന്നു അമ്മയുടെ മക്കളെ? എല്ലാവരും കൂടെ നോക്കും, മാറി മാറി. ആണല്ലേ? അത് ശരി. അമ്മയ്ക്ക് എന്ത് പ്രായം കാണുമായിരിക്കും? ഓരോ പറയുന്ന കൊടുക്കും അത് തീറ്റൊക്കെ ചെയ്യണ്ട. അമ്മയെക്കൊണ്ടൊന്നും പറ്റിയല്ല. തീറ്റ കൊടുക്കാനൊന്നും അറിയില്ല. ചില സമയത്ത് അമ്മയുടെ വർത്താനം കേട്ടാ ചിരിച്ചു പോകും അല്ലേ? ചില സമയത്ത് എല്ലാം അറിയാം, ചില സമയത്ത് ഒന്നും അറിയത്തില്ല. ലീലാമ്മ ചേച്ചിക്ക് എന്നാ പ്രായം ഉണ്ട് എൻ്റെ അമ്മോ, എന്നെ നോക്കി വളർത്തുകയാണെങ്കിൽ. അമ്മയുടെ അമ്മ വീട് ഏതാമേ? അമ്മയുടെ വീട് ഏതാമേ? എലിക്കുട്ടിയുടെ അമ്മയുടെ വീട് ഏതാ? എവിടെയാ? എവിടെ? ആ എവിടെയായിട്ടാ? കുറുപ്പത്രയാണോ? ഓമലൂരാണോ? വീട്ടുപേരെന്നാ? വീട്ടുപേരെന്നാ അവിടുത്തെ? അരയത്ത് പുത്തമ്പരല്ലേ? അമ്മയുടെ അമ്മേനെ കെട്ടിക്കൊണ്ട് വന്ന വീടല്ലേ? അല്ല അമ്മയുടെ സ്വന്തം വീടാ ചോദിച്ചേ. വീട്ടുപേര് മറന്നുപോയോ? ആ ഒരു പാട്ട് പാടുന്നവരാ. എന്നാ ഇനി കിടക്കുന്നില്ലേ? കാപ്പി കുടിച്ചില്ലേ? രാവിലത്തെ കാപ്പി കുടി കഴിഞ്ഞില്ലേ? ഇനി എന്നാ പരിപാടി? ഇനി എന്നാ പരിപാടി? വീട്ടിൽ പോവാണോ? വീട്ടിൽ പോകണം. ആരാ വരുന്നത് കൊണ്ടുപോകാൻ? ആരാ കൊണ്ടുപോകാൻ വരുന്നേ? കൊണ്ടുപോകാനൊക്കെ അവിടെ ഉള്ളവർ ഉണ്ടെങ്കിലും ഉള്ളു, അല്ലെങ്കിൽ കൊണ്ടുപോകുക. അല്ല പിന്നെ ഇവിടെ തന്നെ കിടക്കേണ്ടി വരും അല്ലേ? അല്ല നടക്കാമെങ്കിൽ പയ്യെ നടന്ന് നേരം വെക്കുമ്പം പോകണം. നേരം വിളിക്കുമ്പോഴാ? ഇപ്പം മഴയല്ലേ? മനുഷ്യരെ കൊണ്ട് പോകണം വണ്ടിയൊക്കെ. എലിക്കുട്ടിയെ, ഇന്ന് മഴയല്ലേ? ഇന്ന് മഴയാ, ഇന്ന് പോകണ്ട, നാളെ പോകാം. വെയില് തെളിഞ്ഞിട്ട് പോകാം. ഇന്ന് മഴ കൂടി വരും. നാളെ കുറയും. ഇനി ഇടവപ്പാറിയാ. നാളെ വിവീന വരും. ഇപ്പൊ വിവീനെ കാണണ്ടേ? അവളിപ്പോ ഏതാണ്ടൊക്കെ ചെയ്യാനല്ലേ അവർക്ക് അവധിയുണ്ട്, നാളെ അവധിയുണ്ട്, വരും. ഏതാണ്ട് അസുഖങ്ങളുണ്ട്. അതിന് വയറ്റി കഴിക്കണോ? ഉണ്ടോ? അവക്കോ എന്നാന്ന് അറിയത്തില്ല. ശാരീരികമായ അസുഖങ്ങളാ. ഉണ്ടോ? അവർക്ക് അങ്ങനെയുള്ളതാ. ആണോ? കൂടെ ഇതൊക്കെ ഓഫാക്കി. ശരി, അതൊക്കെ അങ്ങ് ഓഫാക്കിയേക്കാം. അതൊക്കെ ഓഫാക്ക്. പൈസ കറണ്ട് ചാർജ് അല്ലേ? കറണ്ട് ചാർജ് കൊടുക്കാൻ. ഇനി എന്നാ പരിപാടി? വീട്ടിലേക്ക് പോവണം. പിന്നെ എന്നാ ജോമോനെ അങ്ങോട്ട് ഒരു കൊടയൊക്കെ എടുത്ത് അമ്മേനെ പറഞ്ഞു വിടും. പിള്ളേരും കാണുന്നില്ലേ? രണ്ടൊരു പയ്യൻ നിൽക്കണം. അവിടെ ഒരു ചെറുക്കൻ നിൽക്കുന്ന കണ്ടില്ലേ? ഒരു ചെറുക്കൻ. അതൊരു ചെറുക്കനല്ലേ? പിള്ളേരെ ആരും കാണുന്നില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അതൊരു ചെറുക്കനല്ലേന്ന് ചോദിച്ചു. പിള്ളേര് മാറി. പിള്ളേർ പ്രായമൊക്കെ മാറിപ്പോയി തുടങ്ങിന്നേ. ഇത് വലുതായില്ലേ ഇപ്പൊ? അമ്മ പറഞ്ഞു രാവിലെ ഒന്നും മനസ്സിലാകുന്നില്ലെന്നാണല്ലോ എനിക്ക് തോന്നുന്നേ. ഇന്ന് രാവിലെ ഒന്നും മനസ്സിലാകുന്നില്ലെന്ന് തോന്നുന്നു. അല്ല അമ്മ പറഞ്ഞു പിള്ളേരാരും വരുന്നില്ലെന്നാ പറഞ്ഞേ. അപ്പൊ ഞാൻ പറഞ്ഞു ദാണ്ടൊരുത്തനല്ലേ നിൽക്കണമെന്ന് ചോദിച്ചു. അന്നേരം പറഞ്ഞത് അന്നേരത്തിനാണ് മാറിപ്പോയ. മുടി വെട്ടാൻ പോവണ്ടേ? മുടി തലമുടി വെട്ടണ്ടേ? തലമുടി വെട്ടാൻ പോകാം. വെട്ടിക്കളയണ്ടേ? അമ്മയ്ക്ക് ഒന്നാതെ ഇഷ്ടമില്ല. ആരാളും വെട്ടിപ്പറിച്ച് കളഞ്ഞാ. മുടി വെട്ടേണ്ട ആവശ്യമില്ലല്ലേ? വിവിനെ വരുമ്പോ പോകട്ടാ. വിവിനെ വരട്ടെ, പോകാം. മുട്ടത്തലയായിട്ട് നടക്കാനാ?
യുവാൻ്റെ തല പോലെ അങ്ങ് ആക്കിയേക്കാം. യവൻ്റെ തല പോലെ അങ്ങ് ആക്കിയേക്കാം. ആ അവൻ്റെ തല പോലെ അങ്ങ് വെട്ടിയേക്കാം. തലമുടി ചെവിയിൽ മൂടിയില്ലേ? ചെവിയിലെല്ലാം കുത്തി കയറുന്നില്ലേ? അതിലൂടെയുള്ളവർ വെട്ടിക്കാണ്. ആര്? ഏത്? ഇവിടെയെല്ലാം അറിയാവുന്നവരുണ്ടോ? ഇവിടെയും ആരും അറിയാവുന്നവരൊന്നുമില്ല. ഇവിടെ അറിയാവുന്നവരാരുമില്ല. മുടി കട്ടിക്കുന്നതിന് അതിന് പ്രത്യേകിച്ചൊന്നും വരിക. ആയത്തിൻ്റെ മൂർച്ച പോലെ മൂർച്ച മതി ആയത്തിന്. ഇതായിരിക്കും ആരും വരാതെ എത്ര നേരമായിട്ട്. ആരാണ്? നീ ആരാ വരാനുള്ള? അവർക്ക് ജോലിയൊന്നും രാത്രിയായി. ആർക്ക് ജോലി? നേരം വരത്തില്ല. അപ്പോൾ സമയം 12:30 ആയപ്പോഴത്തേനും ഏകദേശം മഴയൊക്കെ തോർന്നിട്ടുണ്ട്. പതുക്കെ വെയിൽ തെളിയുന്നുണ്ട്. ഇനി മഴ പെയ്യല്ലെന്ന് വിചാരിക്കുന്നു. എങ്കിലും ചെറിയ മഴക്കാറുണ്ട്, പെയ്യാൻ സാധ്യതയുണ്ട്. എലിക്കുട്ടി ഉറങ്ങാതെ അങ്ങനെ വീശടിച്ച് നടക്കുവാണ്. ലൈറ്റൊക്കെ ഇട്ട് രോമോളെ പിടിച്ച് കിടത്തി. രോമോളെ പിടിച്ച് കിടത്തിയിട്ട് എലിക്കുട്ടി ഇതിൽ നടക്കുമോ അല്ലേ? ഏത് കാരണവർ? ചാച്ചനൊന്നും വരികയില്ല. ഇവിടുത്തെ ചാച്ചനൊന്നും വരികയില്ല. ഇവിടുത്തെ ചാച്ചനൊന്നും വരത്തില്ല. ചാച്ചനൊക്കെ പള്ളിയിലാക്കിയേക്കുക. എവിടുന്ന്? ആ വെയിലെന്തായാലും നന്നായിട്ട് തെളിയുന്നുണ്ട് കേട്ടോ. ഇല്ല തുണിയൊക്കെ പറക്കി ഇടാറുണ്ടോ? വെയിൽ തെളിയുന്നുണ്ട് നന്നായിട്ട്. ആരെ? സമയമായില്ലല്ലോ പ്രാർത്ഥനയ്ക്ക് വരുന്നവർ. പ്രാർത്ഥനയ്ക്കോ? പ്രാർത്ഥന വൈകിട്ടല്ലേ? കാരണവന്മാർ. ആ കാരണവന്മാർ പ്രാർത്ഥിക്കാൻ വന്നാൽ മതിയോ? കിടക്കുന്നില്ലേ? കൂട്ടുകക്ഷി കിടന്നല്ലോ. കൂട്ടുകക്ഷിയകത്ത് കിടപ്പുണ്ടല്ലോ, കിടക്കുന്നില്ലേന്ന്? കിടക്കാനോ? ആ കിടന്നാരെങ്കിലും വന്ന് എത്ര പേരാ വണ്ടിയെ പോകും? വണ്ടിയിൽ എത്തി പേര് പോവും. വണ്ടി ആൾക്കാർ പോട്ടെ. അതിലടച്ചു. ഞാൻ ആ പശുവിൻ്റെ അടുത്തുനിന്ന് പോയിട്ട് വരട്ടെ. പശുവിൻ്റെ ഒന്ന് മാറ്റി കെട്ടിട്ട് വരാം. കെട്ടിയോ? ആ മാറ്റി കെട്ടാൻ പോവാം. മാറ്റി കെട്ടാം. അവളെ കരയുന്നുണ്ടായിരുന്നു. കന്നുകാലിയെ കെട്ടിയോ? ആ അവളവിടെ കരയുന്നുണ്ടായിരുന്നു. പോയി നോക്കിയിട്ട് വരട്ടെ. കൂട്ടിലാണോ കെട്ടിയേക്കണം? കൂട്ടിലല്ല, പറമ്പി തിന്നാൻ കൊണ്ടോ കെട്ടിയ പോലെ. കൂട്ടിക്കൊണ്ടോ കെട്ടിയിട്ടുണ്ട്. കൂട്ടി കെട്ടണ്ടേ? കൂട്ടി കെട്ടാൻ സമയമായില്ല. കറക്കാൻ നേരത്ത് കിട്ടിയാൽ മതി. തണുപ്പ് അടിച്ചടിച്ചടിച്ച് ജലദോഷം ഉണ്ടാവും. പനി മഴ നനഞ്ഞു വന്നത്തെ. നീ അതുങ്ങളെ അവിടെ കെട്ടരുത്. നീ അതുങ്ങളെ കൂട്ടിക്കൊണ്ട കെട്ടേണ്ടതാ. അത് തിന്ന് കഴിയട്ടെ. പോരിയല്ല തിന്നാതെ. സമയമായിപ്പോ തിന്നാതെ പോരിയല്ല. തിന്ന് തീർന്നിട്ടേ പോരുള്ളൂ. തിന്ന് വയറിനറിയാതെ പോരിയല്ലെന്ന്. ഒരുപാട് പുല്ലൊന്നുമില്ലല്ലോ പറമ്പിട്ടില്ല. പുല്ലൊക്കെ ഉണ്ട്. പോയിട്ട് വരാം. വെയിൽ തെളിയുന്നുണ്ട്. പക്ഷെ പടിഞ്ഞാറ് നല്ല മഴക്കാറുണ്ട്. നമ്മുടെ കുഞ്ഞു പശുവിനെ അച്ഛൻ്റെ ഒക്കെ സ്ഥലത്താണ്. നമ്മുടെ തകടിയിലച്ഛൻ്റെ വീടിൻ്റെ പുറകിലായിട്ട് കുറേ പുല്ലുണ്ട്. ലീലാ ചേച്ചി പറഞ്ഞു അവിടെ കൊണ്ട് കെട്ടാൻ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവിടെ കൊണ്ട് കെട്ടിയിരിക്കുകയാണ്. രണ്ടുപേരും അവിടെയുണ്ട്. അപ്പോൾ തൊണ്ടിക്കട വേണം പോകാനായിട്ട്. നമ്മളിവിടെ മുഴുവനും ഇതിലേ കയറി പോകാൻ പറ്റില്ല. ഇവിടെ മുഴുവനും വിഷപ്പയർ കയറി വരുന്നുണ്ട്. വിഷപ്പയർ. പിന്നെ നമ്മൾ ഇതിലെയാണ് പോകുന്നത്. ഇതേ എന്നിട്ട് ആ തൊണ്ടിക്കട കയറി വേണം അങ്ങോട്ട് പോകാനായിട്ട്. ഇത് പഴയ നടപ്പതുകൊണ്ടാണ്. പണ്ട് ഇതിൽ ഒത്തിരി പേര് നടപ്പുണ്ടായിരുന്നതാണ്. പണ്ട് ഇവിടെയായിട്ടൊരു നാട്ടുമാവ് ഉണ്ടായിരുന്നു. ഈ പോയിന്റിൽ ഒരു വളാറ് നാട്ടുമാവ്. നാട്ടുമാവ് എന്നുള്ള മാങ്ങയെല്ലാം വീഴുന്നത് നോക്കി ഞങ്ങൾ ഒത്തിരി പിള്ളേരുണ്ടായിരുന്നു ഇവിടെ കളിക്കാനായിട്ടൊക്കെ ആയിട്ട്. അതുപോലെ തന്നെ ഈ ആഞ്ഞിലി നിൽക്കുന്ന ഇവിടെ ഒരു ചാഞ്ഞൊരു ആഞ്ഞിലി ഉണ്ടായിരുന്നു. ചെരിഞ്ഞൊരു ആഞ്ഞിലി, ഭയങ്കര ആഞ്ഞിലിക്കാണ്. അതൊരു സൂപ്പർ ആഞ്ഞിലിക്ക വളയായിരുന്നു. ഈ തൊണ്ടിൻ്റെ സൈഡ് മുഴുവൻ ഇങ്ങനെ പള്ളകളൊക്കെ ആയിരുന്നു. എല്ലാം വെട്ടിപ്പറിഞ്ഞ് പോയതാട്ടോ. ചേട്ടാ കയ്യാലിടിഞ്ഞ് കിടപ്പുണ്ടല്ലോ. പൂച്ചക്കായും ഞാർക്കായും അതും ഇതൊക്കെ ആയിട്ട് ഒത്തിരി സംഭവങ്ങളുണ്ടായിരുന്നു ഇവിടെ. ബിസിനസ് സൈഡെല്ലാം ഇങ്ങനെ ഉണ്ടായിരുന്നു. എല്ലാം വെട്ടിത്തെളിച്ച് കളഞ്ഞാണ്. കുഞ്ഞവിടെ നിന്ന് നോക്കണുണ്ട്. കുഞ്ഞിപ്പെണ്ണ അവിടെ നിന്ന് നോക്കുന്നുണ്ട്. മാറ്റി കിട്ടിയില്ല. ലീലാമ്മ ചേച്ചി മാറ്റി കിട്ടിയെന്ന് തോന്നുന്നു. ബാബുസാറിൻ്റെ പറമ്പിൽ ഒരു ചെറിയ ഇല്ലിക്കൂട് കയറി വരുന്നുണ്ട്. ഇല്ലിക്കൂട്
ലീലാമ്മ ചേച്ചി വരെ മാറ്റി കിട്ടി. ഞാൻ അങ്ങ് അറ്റത്താണ് കിട്ടിയിരുന്നത്, അങ്ങ് അറ്റത്താണ് കിട്ടിയിരുന്നത്. പിന്നെ ഇത് നിന്നോ, ഇവിടെ നിന്നാട്ടോ. കുഞ്ഞിപ്പെണ്ണ അവിടെ തിന്നുന്നുണ്ട്. പൊന്നിയാണ്ടൊക്കെ കടിച്ചു പിടിച്ച് തിന്നുന്നുണ്ടെന്ന് തോന്നുന്നു. ഇതൊക്കെ ഓടിക്കളിച്ച് ഞങ്ങൾ നടന്നുകൊണ്ടിരുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഇവിടെ ഈ പോയിന്റിലായിട്ടൊരു ക്രിക്കറ്റ് കളിച്ചുകൊണ്ടൊരു മെയിൻ സ്ഥലമായിരുന്നു ഇവിടെ, ഈ ഭാഗത്തായിട്ട്. ഇവിടെ ഒരു മാവുണ്ടായിരുന്നു, അതും ഒരു നാട്ടുമാവ് തന്നെയായിരുന്നു. അതിന് ചൂട്ടിലായിട്ട് 2-3 തെങ്ങൊക്കെയാണ്. തെങ്ങൊക്കെ ഇപ്പോഴും അവിടെ നിൽപ്പുണ്ട്. അവിടെ ഞങ്ങൾ കിടന്ന് ക്രിക്കറ്റ് കളി, ഇവിടെയുള്ള അന്നത്തെ പിള്ളേർ സെറ്റെല്ലാം കൂടെ ക്രിക്കറ്റ് കളിക്കുന്ന സ്ഥലമായിരുന്നു. റബ്ബറും തോട്ടമായിരുന്നു കേട്ടോ, വലിയ റബ്ബറായിരുന്നു അതിനകത്ത്. പക്ഷേ അതിനിടയ്ക്ക് കളിക്കാനുള്ള സ്ഥലമുണ്ടായിരുന്നു. വലിയ റബ്ബറില്ല, വണ്ണമുള്ള റബ്ബർ, വീട്ട് റബ്ബറായിരുന്നു. നേരത്തെ ഇവിടെ പൂച്ചക്കാട് ഇതൊക്കെ നിൽപ്പുണ്ടായിരുന്നു, ചെടിയൊക്കെ നിൽപ്പുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അതൊന്നും കാണുന്നില്ല, എല്ലാം വെട്ടിപ്പറിച്ച് പോയെന്ന് തോന്നുന്നു. പൂച്ചക്കാന്ന് പറഞ്ഞ സാധനം ഉണ്ടാകുന്നത്. പൂച്ചക്കാന്ന് പറഞ്ഞ സാധനം കഴിച്ചിട്ടുള്ളവരുണ്ടോ? പൂച്ചക്കാന്ന് പലയിടത്തും വേറെ പേരായിരിക്കും. പക്ഷെ ഇപ്പോൾ അതിൻ്റെ ചോടൊന്നും ഇവിടെ കാണുന്നില്ല, എല്ലാം പോയെന്ന് തോന്നുന്നു. നമ്മൾ വന്നവരെ അതിനെ തിരിച്ച് പോവാണ്. ഇത് നേരത്തെ ഞങ്ങളുടെ സ്ഥലമായിരുന്നേ. ഇത് പെങ്ങളെ കെട്ടിക്കാൻ വേണ്ടി അന്ന് കൊടുത്തതാണ് ഈ സ്ഥലം. ആടുള്ള സുഖമായിരുന്നു, ഇഷ്ടംപോലെ തൊട്ടാവാടിയാണ്. ആടിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമല്ലേ തൊട്ടാവാടി. തൊട്ടാവാടി കയറി കഴിഞ്ഞാൽ പിന്നെ അത് പോയില്ല, ചോടെ പറിച്ച് കാണാം. ഇവിടെ കാപ്പിയൊക്കെ ഒന്ന് പൂത്തോ പോയത്, ഇപ്പോൾ 2ാം ഘട്ടം പൂക്കാനുള്ള പരിപാടിയില്ല. പിന്നെ മൂടുവാന്ന് തോന്നുന്നു. ഇവിടുത്തെ പെയ്യാനാണോ ഇല്ലയോ? കുറുപ്പന്തറയ്ക്ക് പോകണമായിരുന്നു, പെയ്യല്ലെങ്കിലേ പോയിട്ട് കാര്യമുള്ളൂ. അടുത്തത് തുടങ്ങുവാണ്. ഇച്ചിരി ഒന്ന് ചിരിച്ച് കാണിച്ചിട്ട് അടുത്ത മഴ തുടങ്ങുകയാണേ. വൈകുന്നേരത്തെ മഴയൊക്കെ പോയെന്ന് തോന്നല്ലേ? നല്ല വെയിലാണല്ലോ അല്ലേ? വൈകുന്നേരത്തെ മഴയൊക്കെ പോയെന്ന് തോന്നണം. നല്ല വെയിലാണല്ലോ. മഴയൊക്കെ പോയെന്ന് തോന്നണം. രാവിലത്തെ മഴയൊക്കെ പോയെന്ന് തോന്നണം. വൈകുന്നേരം മഴയൊന്നുമില്ലല്ലോ. ആരും വന്നില്ല. അമ്മയോട് പറഞ്ഞല്ലേ? എലിക്കുട്ടിയോട് പറഞ്ഞതാ. വീട്ടിലോട്ടൊന്ന് പോകണമായിരുന്നു. ഛേ, ഏത് വീട്ടിലാന്നേ? ഏത് വീട്ടിലാന്നേ? എൻ്റെ വീട്ടിലോ? ഞങ്ങളുടെ വീട്ടിലോ? ഞങ്ങളുടെ ഏത് വീട്? ഞങ്ങൾക്ക് ഈ ഒരു വീടേ ഉള്ളൂ. ഞങ്ങൾക്ക് ഈ ഒരു വീടേ ഉള്ളൂ. ഈ ഒരു വീടേ ഉള്ളന്നേ. ഒരു വീടോ? ആർക്കാ? എലിക്കുട്ടിക്ക്. ഞങ്ങൾക്കൊരു വീടൊന്നുമില്ല. പിന്നെ എത്ര വീടുണ്ട്? മക്കൾക്കൊക്കെ വീടുണ്ട്. മക്കൾക്കൊക്കെ വീടുണ്ട്, അത് ശരിയാ. എലിക്കുട്ടിക്ക് ഇപ്പോൾ ഈ ഒരു വീടേ ഉള്ളൂ. മക്കളുടെ വീടുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യം. വഴിയെ പോകണമല്ലേ, അത് വഴിയെ ഓരോരുത്തർ പോകണമല്ലേ. ഒരു നോക്കി പോവല്ലേ. കണ്ണറിയാൻ മേലാത്തവർ നടന്നു പോവോ? കണ്ണറിയാൻ മേലാത്തവർ നടന്നു പോകുമോ? അല്ല വണ്ടിക്കല്ലേ പോവുള്ളൂ. കണ്ണറിയാൻ മേലാത്തൊരു സഹായത്തോടെ പോകാൻ പറ്റുള്ളൂ. കണ്ണറിയാവുന്നുണ്ടല്ലോ പോണേ. ഞങ്ങൾക്ക് വീട്ടിലോട്ട് പോകേണ്ടതാണ്. ഏത് വീട്ടിലോട്ട്? ആരെയും കാണുന്നില്ല. ആരാ വരാനുള്ളേ? ആരെയും കാണില്ല, പിള്ളേരെ ഇല്ല, അവനെ ഇല്ല. ആരാ? ജോമോനാ? ജോമോനല്ലേ മുമ്പ് ഇരിക്കണേ? വേറെ ജോമോനൊന്നുമില്ല. ആര് പറഞ്ഞു? പിന്നെ എങ്ങനെ ഞങ്ങളെ കൊണ്ടുപോകാം? ആര് കൊണ്ടുപോകാൻ? അവരല്ലാതെ പിന്നെ വേറെ വരുന്നു. ഞങ്ങൾ ആരും കൊണ്ടുപോകാനില്ല. അവിടെ ഇല്ലേ? വൈകുന്നേരം കൂടുതലാ വീട്ടിൽ പോകണം. എലിക്കുട്ടിയമ്മേ ഉള്ളൂ. എങ്ങും പോയാലും ഇവിടെ ഇരിപ്പുണ്ട്. കുഴപ്പമൊന്നുമില്ല. ചിലപ്പോ ഒരു കാപ്പി കുടി കഴിഞ്ഞ് ഞങ്ങൾ കയറും, കുറച്ചു നേരം മയങ്ങും. അതിന് പിന്നെ ഇങ്ങോട്ട് ഏറ്റു പോരും. ഇനി ഏറ്റു പോന്നു കഴിഞ്ഞു പിന്നെ സന്ധ്യയായി, സമയമൊന്നും അറിയത്തില്ല. ലൈറ്റ് എല്ലാം തെളിച്ചിടും, കർട്ടൻ എല്ലാം വലിച്ചിടും. ഇത് തന്നെ നമ്മൾ ഓഫാക്കും, കർട്ടൻ നേരെ പിന്നെ പിടിച്ചിടും. അതിങ്ങോട്ട് അത് പിന്നെയും വന്ന് അതുപോലെ നമ്മൾ പിന്നെയും മാറ്റിയിടും, ലൈറ്റ് ഓഫാക്കും, പിന്നെയും വന്ന് അത് തന്നെ ചെയ്യും.
ഇതൊക്കെ എവിടുത്തെ പരിപാടി മുട്ടയിലെ വീണാന്ന് ബൈക്കിൽ നിന്ന് വീണാലേ ബൈക്കിൽ നിന്ന് വീണാ പിന്നെ ചോദിക്കും ബൈക്കിൽ നിന്ന് വീണാന്നേ മരിക്കാനോ? ആ ഞാൻ സംസാരിക്കുന്നത് നമ്മളോട് ഉപദേശം ഓർമ്മയുണ്ടാകുന്ന കാലത്ത് നമുക്ക് ഉപദേശമൊക്കെ തരുമ്പോ നല്ല അറിവിൽ ഇങ്ങോട്ട് പറയുന്നത്. പിന്നെ പൊട്ടി അല്ലേ ഇത് ബാൻഡേജ് വെച്ചേക്കണേ പൊട്ടിയിട്ടല്ലേ ബാൻഡേജ് വെച്ചേക്കണേ അത്രയും ഭാവം മുഴുവൻ നോക്കാൻ. എന്നാ ശരി ആയിക്കോട്ടെ. അയ്യോ ഈ ഇടവകെ തന്നെ ആൾക്കാർ കാണുന്നുണ്ട്. ഞാൻ അമ്മയുടെ മൂല പുഴുങ്ങിയത് മൂല പുഴുങ്ങിയതൊക്കെ തീരുവാ. മൂല പുഴുങ്ങിയത് അമ്മക്ക് തന്നെ അതെ മോളിരിക്കുന്ന അമ്മ ചെറുത് മോളിരിക്കുന്ന ചെറുത് തെരച്ചില്ല മോളിരിക്കുന്ന എടുത്തോ മോളിരിക്കുന്ന അതാ ചെറുത് ഒരു വലുതങ്ങ എടുത്തോ ചെറുതാ തപ്പണ വലുതങ്ങ എടുത്തോ ചെറുത് തങ്ങ ഇത് ചുമ്മാ അങ്ങ് തപ്പുന്നതാണ് എന്നാ ഇതങ്ങ് എല്ലാം എടുത്തിട്ട് അങ്ങ് തെരഞ്ഞങ്ങോട്ട് കപ്പ് കണ്ട ആള് പിടിച്ചു പോലോ ഇംഗ്ലീഷുകാരെ കപ്പ് പോലെ അത് യോമൻ ആറ്റാൻ കൊണ്ട് തന്നതാ. യോമനൊക്കെ ചൂടല്ല ചൂടുകാരൊക്കെ അവിടെയും തണുക്ക് അല്ലേ അമ്മേ? എലിക്കുട്ടിയും തണുപ്പാ. ഞാൻ മാത്രമേ ചൂടുള്ളൂ. എനിക്ക് ഇച്ചിരി ചൂടോടെ കുടിക്കണം. പിന്നെ തണുത്ത് മരച്ച് ചായ കുടിക്കാൻ പറ്റും. ജ്യൂസൊക്കെ തണുത്തിട്ട് കുടിക്കുന്നത് നല്ലതാണോ? കുഴപ്പമില്ലതാണ് നല്ലതാണെന്ന് പറയാൻ പറ്റത്തില്ല അല്ലേ? കുഴപ്പമില്ല. മധുരമൊക്കെ ഉണ്ടോ? ഉണ്ടല്ലേ? കുറേശ്ശെ ഉള്ളോ? നല്ല മധുരമുണ്ട്. കുറേശ്ശെ മധുരമേ ഉള്ളത്. ലഡുവിന്റെ മധുരം വേണം അല്ലേ? നല്ല മധുരമാ. അമ്മയുടെ ചായ സമയം അല്ലേ? താമസിച്ചു പോയിരുന്നു. ഇച്ചിരി താമസിച്ചു ഓണൊക്കെ വിളിച്ചിരുന്നു താമസിച്ചു പോയി. അല്ല 3:30 ആകുമ്പോൾ കഴിക്കുന്നല്ലേ? 3:30 നാലാണോ? സമയം മാറ്റിയോ? മാറ്റി. പക്ഷേ ഇന്ന് ഉച്ചക്കത്തെ ഊണ് എടുക്കാൻ പറ്റിയില്ല. ചായയും രാവിലത്തെ കാപ്പി എടുക്കാൻ പറ്റിയുള്ളൂ. ഡേ ഓഫ് എലിക്കുട്ടി എടുക്കാനായിട്ട് ഉദ്ദേശിച്ചതാണ്. പക്ഷേ ഉച്ചക്കത്തെ ഊണിന് ഇവിടെ സ്ഥലത്തില്ലാതെ അതുകൊണ്ട് എടുക്കാൻ പറ്റില്ല. ഇച്ചിരി ആറിയിട്ട് കുടിച്ചാൽ മതി. ഇങ്ങോട്ട് ഒഴിക്കും. ആറ്റ് ഇങ്ങോട്ട് ഒഴിച്ചു വെച്ചേര്. അപ്പോൾ തണുത്തോളൂ. ബാ ബാ കുരിശ് വരയ്ക്കാൻ. ആ ഇല്ല എല്ലാം പോയി. ഇതോ ആരാ ഇതാരാ ഇതാരാ? ഒരു മനുഷ്യനെ കൂട്ടി ഞാനിങ്ങനെ കുടിച്ചു വരയ്ക്കുന്നത്. ഇവിടുത്തെ ഒരു മകനാണോ? ഏത് മകനാ? ഏത് മകനാ? ഏത് മകനാന്ന്? ഏത് മകനുണ്ടോ? ആ പിന്നെ ഒരു മകൻ പേരുണ്ടല്ലോ. പേര് ഓഹോ ജോമോനെയൊക്കെ അറിയാല്ലേ? അവന് ആണുങ്ങളിൽ രണ്ടാമത്തോ? അല്ല അല്ല അല്ലെന്ന് എന്നാണോ? അല്ലെന്ന് അല്ലെന്നാ പറഞ്ഞേ. രണ്ടാമത്തത് അല്ലെന്ന്. രണ്ടാമത്തതേ അല്ലെന്ന്. ആണുങ്ങളെ മൂന്നാമത്തത്. ആണുങ്ങളെ മൂന്നാമത്തല്ലേ? മൂന്നാമത്തല്ലേ? ആ നീയാ? ആ ആയിരിക്കും. ആയിരിക്കും. വാ ആയി ഉറപ്പില്ല. മകനാണോന്നും കൂടെ ഇനി ഉറപ്പില്ലാതാവും. വാ എത്രയായാലും ആ അതെ വാ വാ സമയം പോണ്. പോവാ കുരിശൊരിക്കാനായി. ഓഹോ എനിക്ക് പിന്നെ അമ്മയല്ലേ കുരിശ് വരയ്ക്കാനുള്ളു. വേറെ വല്ലവരും ഉണ്ടോ? വിവാനാണെ പോയി. ഒന്നും കൂടെ കഴിക്കാം. മതി. ഒന്നും കൂടെ കഴിക്കാന്ന്. ഒന്നും കൂടെ കഴിക്കാന്ന് പ്രാർത്ഥന. വാ വാ വിവാൻ പോയി. ഇവിടെ ഇല്ല. അവിടെ പോയി. ആ എങ്ങാണ്ട് ജിമ്മിലെങ്ങാണ്ട് പോയി.
അമ്മയ്ക്ക് ജിമ്മെന്ന് പറഞ്ഞാൽ ഒന്നും അറിയത്തില്ല. അതെവിടെ? ആ കുട്ടന്തറയില് എക്സർസൈസ് ചെയ്യാം, വ്യായാമം ചെയ്യുന്നത്. ഏ വ്യായാമം ചെയ്യുന്ന സ്ഥലമുണ്ട്, വ്യായാമം മിഷനേര്. വീട്ടിലോട്ടോ? മിഷൻ വെച്ചിട്ടേ വ്യായാമം ചെയ്ത് ഇങ്ങനെയൊക്കെ വെക്കുന്ന സാധനമുണ്ട്. ഇല്ല. ആ വിവീന നാളെ വരും. ആണുങ്ങളില്ല, ആരും ഇല്ല. അയ്യോ ഇപ്പൊ ഞങ്ങളൊക്കെ ആരാ? ആ ഫാൻ ഓഫ് ചെയ്തേരേ, ഫാൻ ഓഫ് ചെയ്തേര്. ഹസിച്ചില്ല. ആ ഇപ്പോൾ ഓഫായി. ബാത്റൂമിൽ കയറ്റാൻ തോന്നുന്നു. തുറന്നിട്ടേക്കാം. അതിപ്പം കേറി വന്നല്ലേ, അത് കേറി വന്നാ കുരിശേക്കാം. പ്രാർത്ഥനയല്ല. ഞങ്ങളുടെ ശത്രുക്കൾ ഞങ്ങളെ രക്ഷിക്കാൻ ഞങ്ങളുടെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കഞ്ഞി കുടിക്കുന്നില്ലേ? കഞ്ഞി കുടിച്ചാണോ? കഞ്ഞി കുടിക്കണ്ടേ? പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞില്ലേ, ഇനി കഞ്ഞി കുടിക്കണ്ടേ? പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞില്ലേ, ഇനി കഞ്ഞി കുടിക്കണ്ടേ? കുടിച്ചോ? എന്ന് കുടിക്കാൻ ഞാൻ കുടിക്കണ സമയമായില്ല. ഞാൻ കുടിക്കണ സമയമായില്ല. പിന്നെ ആര് കുടിക്കണം? എലിക്കുട്ടി കുടിക്കണ സമയമല്ലേ ആയിരുന്നേ? പിന്നെ ആ, പ്രാർത്ഥന കഴിഞ്ഞില്ലേ കഞ്ഞി കുടിക്കണേ? പ്രാർത്ഥന കഴിഞ്ഞില്ലേ കഞ്ഞി കുടിക്കണേ? ആ, അതിപ്പം സമയത്തിൻ്റെ ഒന്നും നോക്കിയിട്ട് കാര്യമില്ല. അല്ലാത്ത പോലെ അല്ല. ഞാൻ കിടക്കാൻ പോവാട്ടോ. നേരം കിടക്കാറായി. കൈ കഴുകിയിട്ട് വരൂ. ഒന്നും മയങ്ങാൻ നേരം പറ്റിയ. ഒന്നൊക്കെ മയങ്ങാൻ നേരമുണ്ട്. ഒന്നൊക്കെ മയങ്ങാൻ നേരമുണ്ട്. നേരം ഇല്ല. ഉണ്ടെന്നേ. ഇവിടെ കാണാം. പിന്നെ കാണാനായിരിക്കുന്നത്. ഇപ്പോൾ കൈ കഴിക്കൂ, വരുന്നുണ്ട്. ചോറെടുത്തോണ്ട് കഞ്ഞി എടുത്തോണ്ട് വരുന്നുണ്ട്. മഴ പെയ്യുന്നുമില്ല. മഴയോ? എൻ്റെ മോനെ ഇന്ന് രാവിലെ എന്നാ മഴയായിരുന്നു. മഴ പെയ്യുന്നെങ്കിൽ രാവിലെ എന്നാ മഴയായിരുന്നു. പെയ്തൊന്നും അമ്മ ഓർക്കുന്നില്ല അല്ലേ? ഞാൻ കുടിക്കണ സമയമായില്ല, കുളിക്കണം. ഇനി കുളിക്കാനൊക്കെ ഉണ്ട്. കുളിക്കാനുണ്ടോ? ആ, ഇത്ര നേരമായിട്ട് കുളിച്ചില്ലേ? ഇപ്പോൾ വന്നതല്ലേ ഉള്ളൂ. കുളിക്കാൻ സമയമുണ്ട്. ജോമോനെ വഴക്ക് പറയാനേ അമ്മ ചിരിക്കണേ. ഞാൻ വഴക്ക് പറയാൻ പറഞ്ഞപ്പോ അമ്മേനെ ചിരിക്കണേ. വഴക്ക് പറയാൻ പറഞ്ഞപ്പോ എന്നാത്തിനാ വഴക്ക് പറയണം? നേരത്തെ കാലത്തൊക്കെ കുളിക്കണം, വീട്ടിൽ വരണം, നേരത്തെ കാലത്തും കഞ്ഞി കുടിക്കണം എന്നൊക്കെ പറ. നീ പറഞ്ഞാൽ തന്നെ ചെയ്യണ്ടേ? അനുസരണയില്ല. അല്ലാതെ പിന്നെ അവള് പറഞ്ഞത് കൊണ്ട് ഒരു കാര്യം ഒരു കാര്യം വായിട്ട് അലയ്ക്കാന്ന് മാത്രമേ ഉള്ളൂ. നാട്ടുകാരും കേൾക്കും, വീട്ടുകാരും കേൾക്കും. സമയത്ത് തന്നെ അത് ചിന്തിച്ചിട്ട് ഓരോ കാര്യങ്ങൾ നടത്തണം. അങ്ങനെ വേണം. വഴക്ക് പ്രായം ചെയ്താൽ പിന്നെ അത് എന്തോരം ആയാലും ചെയ്യാൻ പറ്റും. അനുസരണയില്ല. ആ, അല്ലെങ്കിലും ഉണ്ടല്ലോ കുഴഞ്ഞ് കിടക്കും. അതാണ്ട് ഇവിടെ മൊത്തം കുഴഞ്ഞ് കിടക്കും. എനിക്കാണോ മൊത്തം ഇവിടെ കുഴഞ്ഞ് കിടക്കുവാമേ എന്നുവെച്ചിട്ട് പിന്നെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ട്. ഇവീന വരും നാളെ വരും. വരവില്ലല്ലോ. നാളെ വരും. നാളെ വരുന്നേ. നാളെ വരും, വെള്ളിയാഴ്ച വരും. അല്ല, വ്യാഴാഴ്ച വരും. വ്യാഴാഴ്ച നാളെ വരും. നാളെ വരുന്നേ. നാളെ വരുമോ? ആ, ഇപ്പം അമ്മയല്ലേ പറഞ്ഞേ അവളെ കാണാനില്ല, വരവില്ലെന്ന് പറഞ്ഞേ. അതുകൊണ്ട് അമ്മയെ കാണാൻ വേണ്ടി വരുന്നതാ. അതുകൊണ്ടാണ് വരവിട്ട് പറഞ്ഞത്. ആ, അതുകൊണ്ട് വരികയല്ല. പിന്നെ അവിടെ സമയം പോലെയാ. ആ, അവൾക്ക് അവധിയുണ്ട്. നാളെ മുതൽ അവധിയാ, ഞായറാഴ്ച വരെ. കഞ്ഞി കാണിച്ചെന്ന് മേടിച്ചു കൊടുക്കും. ആ, കഞ്ഞി മേടിച്ച് കുടിച്ചോളാം. കഞ്ഞി കൊടുക്കണേ. കഞ്ഞി കൊടുക്കണില്ല. ഞാൻ കഞ്ഞി കൊടുക്കുന്നില്ല, അമ്മ കൊടുത്തരും. ഞാൻ കൊടുക്കുന്നില്ലെന്ന്. എന്നാ കൊണ്ടേ കൊടുക്കാനേ. കൊടുക്കണില്ലെന്ന്. പിന്നെ എങ്ങനെയാ? അതിനൊന്നും വേണ്ട, തീറ്റയൊന്നും. അതിന് തീറ്റയൊന്നും വേണ്ട. ഇവിടെ വേറെ കഞ്ഞി ഇല്ലല്ലോ. കഞ്ഞിയൊക്കെ ഉണ്ട്. എന്നാ എടുത്ത് കൊടുക്കും. അതിന് വേണ്ടെന്ന് അമ്മ ചോദിച്ചേ വേണ്ടേന്ന്. ആ, വേണ്ടെങ്കിൽ പിന്നെ ആ. അമ്മയുടെ വീഡിയോകൾ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ കാണുക.